ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ അല്ലേ, ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കുറച്ചധികം സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ എല്ലാവരും, അതായത് ആ ഒരു എക്സാമിന് നമ്മൾ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ അതേപോലെ ആ ഒരു എക്സാമിന് വന്നിട്ടുണ്ട് എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അത് എന്താ പറയുക, നമ്മൾ ചോദിച്ച അതേപോലെ തന്നെ അതേ ക്വസ്റ്റ്യൻസ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് എക്സാമിന്. ഇപ്പോൾ കഴിഞ്ഞ LD-ൻ്റെ ആയിക്കോട്ടെ, അതേപോലെ തന്നെ റൂം ബോയ് തുടങ്ങിയ കാറ്റഗറികളിലായിക്കോട്ടെ അല്ലേ, ആ കാറ്റഗറിയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയൊരു സന്തോഷം. അപ്പോൾ ഇനി അടുത്ത് വരാൻ നിൽക്കുന്നത് നമ്മൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അല്ലേ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനും ഇതേപോലെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ആ നോട്ടിഫിക്കേഷൻ വന്നത് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നോക്കൂ, ഇവിടെ വന്നിരിക്കുന്നത് LDCക്ക് തന്നെ 124 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. 124 ഒഴിവുകൾ അല്ലേ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ് 124 ഒഴിവുകൾ. കഴിഞ്ഞ റാങ്ക് പട്ടികകൾ ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്തതിനാൽ ഒഴിവുകൾ പൂർണ്ണമായി നികത്താൻ സാധിച്ചില്ല. 1.5 വർഷമായപ്പോഴേക്കും റാങ്ക് പട്ടിക റദ്ദായി. തുടർന്ന് 135 പേർക്ക് അതിൽ നിന്ന് നിയമന ശുപാർശ അയച്ചു. പക്ഷേ ഇനിയും അവിടെ എത്ര വേണം, അവിടെ ഇനിയും 124ഓളം ഒഴിവുകളുണ്ട്. അപ്പോൾ LDക്ക് തന്നെ ഇപ്പോൾ 124ഓളം ഒഴിവുകൾ അവിടെ വരുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് 36 ആണെങ്കിൽ ഇവിടെ 100-ന് മുകളിൽ ഒഴിവുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി തന്നെ എന്ത് ചെയ്യണം, ആദ്യമേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നൊരു ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക്. നമുക്കറിയാം, ആ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം അല്ലേ. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ എക്സാമിന് വന്ന് ചോദിച്ച ചോദ്യമാണ്. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം ഏത്? ഗുരുവായൂർ, ആറന്മുള, അമ്പലപ്പുഴ, മലയന് കീഴ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സംശയം ഉണ്ടാവും, ഗുരുവായൂരാണോ എന്നുള്ളത് അല്ലേ, ഗുരുവായൂരാണോ എന്നുള്ള സംശയം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഉത്തരം മറിച്ചാണ്, നമ്മൾ ചിന്തിക്കുന്നതല്ല. ഇവിടെ ഉത്തരം വരുന്നത് ആറന്മുളയാണ്. എവിടെയാണ്? ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ് കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രമായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം, ആ ക്ഷേത്രത്തിലെ വിഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് പുതിയ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു വിഗ്രഹം ഉള്ളത് എന്ന കാര്യം നമുക്ക് ചിന്തിച്ച് നോക്കാം. ഓക്കെ, നോക്കൂ, പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലെ പമ്പാ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലെ, ആറന്മുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ് വരുന്നത്? പത്തനംതിട്ട ജില്ലയിലാണ്. ഏത് നദിയുടെ തീരത്താണ്? പമ്പാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ദെൻ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കൂടാതെ ഇവിടുത്തെ വിഗ്രഹം എന്ന് പറയാൻ നോക്കാം, 6 അടിയിലധികം ഉയരം വരുന്ന വിഗ്രഹം ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്, കാരണം നമുക്കറിയാം ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട അല്ലെ, മഹാഭാരത യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള വിശ്വരൂപ ദർശനം അവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഏതാണ്ട് 6 അടിയോളം അല്ലെ, 6-ലധികം അടി ഉയരം വരുന്ന വിഗ്രഹമാണ് എവിടെയുള്ളത്? ഇത്തരത്തില് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലുള്ള. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വള്ളംകളി അല്ലെ, വള്ളസദ്യ എന്ന് പറയാം. ആറന്മുള വള്ളസദ്യ ഇപ്പോൾ ഈ ഓണക്കാലത്താണ് ആരംഭിക്കുന്നത് അല്ലേ, ഓണക്കാലത്ത് ആരംഭിക്കുന്നതാണ് ആറന്മുള വള്ളസദ്യ. ഒരുപാട് വിഭവങ്ങളാണ് അല്ലേ. ഒരു ഇലയിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇലയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരുപാട് വിഭവങ്ങളാണ് ആറന്മുള വള്ളസദ്യക്കുള്ളത്. പള്ളി ഓടങ്ങളായിട്ടും അതേപോലെ വള്ളസദ്യയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് നമ്മളുടെ കേരളത്തിലുള്ളത്, ഈ ആറന്മുള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഹൈന്ദവ ആചാരപ്രകാരം മംഗളകർമ്മങ്ങൾക്ക് ആരംഭിക്കുന്നതിന് മുന്നേ ഉപയോഗിക്കുന്ന വാദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് എല്ലാ മംഗള കർമ്മങ്ങൾക്ക് മുന്നേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു വാദ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അതേതാണ്? ശംഖാണ് അല്ലേ. ശംഖാണ്. നമ്മൾ ശംഖുവിളിയോടുകൂടി ആരംഭിക്കുക എന്ന് പറയുന്നത്. നമ്മളറിയാം, മഹാഭാരത യുദ്ധമൊക്കെ ആരംഭിക്കുന്നതിന് മുന്നേ അവിടെ ശംഖ് വിളിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ക്ഷേത്രം നട തുറക്കുന്നതിൻ്റെ മുന്നേ ആദ്യമായിട്ട് ശംഖ് വിളിക്കുന്നുണ്ട് അല്ലേ. നിവേദ്യ സമയത്ത് അവിടെ എന്ത് വിളിക്കുന്നുണ്ട്? ശംഖ് വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പം അതേപോലെ തന്നെ മംഗളകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ശംഖ് വിളിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പ്രേതകർമ്മം, പ്രേതശ്രാദ്ധം എന്നീ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമായും വിവരിക്കുന്ന പുരാണം ഏത്? കൂർമ്മപുരാണം, ഗരുഡ പുരാണം, അഗ്നിപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം. ഏതായിരിക്കാം? ഇവിടെ ഗരുഡ പുരാണമാണ്. പ്രേത വിഷയങ്ങൾ, പ്രേതശ്രാദ്ധങ്ങൾ തുടങ്ങിയ, അല്ലെങ്കിൽ എന്ത് പറയാം, പിതൃകർമ്മങ്ങൾ നമുക്ക് പറയാം. പിതൃകർമ്മങ്ങൾ അല്ലെ, കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗരുഡ പുരാണത്തിലാണ് എന്ത് ചെയ്യുന്നത്, അതിനൊക്കെ വിവരിക്കുന്നത്. എങ്ങനെയാണ് ഗരുഡ പുരാണം നമുക്ക് നോക്കാം. അത് ഗരുഡ പുരാണത്തെ പറ്റി നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഏതാണ്?
പ്രേതകർമ്മം, പ്രേതശ്രാദ്ധം, മരണാനന്തര ചടങ്ങ്, പുനർജന്മം, സ്വർഗം, നരകം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പ്രധാനമായിട്ടും ഗരുഡ പുരാണത്തിലാണ്. ഓക്കെ, ഇത് മരണാനന്തര ജീവിതത്തിലെയും കർമ്മഫലങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പ്രധാന ഹൈന്ദവ ഗ്രന്ഥം കൂടിയാണ് അല്ലേ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മളുടെ മരണത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരുപാട് കാര്യത്തെ പറ്റി പുരാണപരമായിട്ട് അല്ലെ ഹൈന്ദവ ആചാരപരമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വിവരിക്കുന്നുണ്ട് ഗരുഡ പുരാണം എന്നും കൂടി അവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ വടക്കൻ കേരളത്തിൽ പ്രചാരമുള്ള അനുഷ്ഠാന കല ഒറ്റയടിക്ക് പറയാൻ പറ്റും ഏതാണ്? വടക്കൻ കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒന്നാണ് തെയ്യം അല്ലേ. അതായത് വടക്കൻ കേരളത്തിൽ മാത്രമാണ് തെയ്യമുള്ളത്. അതായത് മലബാറുകാരുടെ ഒരു വലിയൊരു കല കൂടിയാണ് അവിടെ തെയ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ തെയ്യമാണ് അവിടെ വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അടുത്ത ചോദ്യം നോക്കൂ. സവ്യാപസവ്യ പ്രദക്ഷിണം വിധിച്ചിട്ടുള്ളത് ഏത് ക്ഷേത്രത്തിലാണ്? ഈ ഒരു പേര് ശ്രദ്ധിക്കണം, ചിലപ്പോൾ കേൾക്കാൻ നമ്മൾ കുറച്ച് സാധ്യത കുറവായിരിക്കും അല്ലേ. സവ്യാപസവ്യ പ്രദക്ഷിണം വിധിച്ചിട്ടുള്ളത് ഏത് ക്ഷേത്രത്തിലാണ്? ശിവക്ഷേത്രം, കൃഷ്ണക്ഷേത്രം, ശ്രീരാമക്ഷേത്രം, പരശുരാമക്ഷേത്രം. ഏതാണ്? അത് മറ്റേതുമല്ല, ശിവക്ഷേത്രത്തിലാണ്. എന്താണ് ശിവക്ഷേത്രത്തിലെ പ്രത്യേകത? ശിവക്ഷേത്രത്തിലെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഓവാണെങ്കിൽ നമ്മൾ തൊഴുത് കഴിഞ്ഞ് ഓവ് മുറിച്ച് കിടക്കാതെ തിരിച്ചെന്ത് ചെയ്യുന്നു, അതേ രീതിയിൽ തന്നെ വന്ന് ഇവിടെ വന്ന് തൊഴുതാ. എങ്ങനെയാണല്ലേ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആ ഓവ് അല്ലെങ്കിൽ ആ ഓവ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മുറിച്ച് കിടക്കുന്നില്ല. മുറിച്ച് കിടക്കാതെയാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രദക്ഷിണം ചെയ്ത്. അത്തരത്തിൽ പ്രദക്ഷിണം ചെയ്യുന്ന വിധിക്കാണ് അല്ലെ പ്രദക്ഷിണത്തിന് പറയുന്ന പേരാണ് സവ്യാപസവ്യ പ്രദക്ഷിണം എന്ന്. ഓക്കെ, അതിന് പറയുന്ന പേരാണ് സവ്യാപസവ്യ പ്രദക്ഷിണം. അത് ശിവക്ഷേത്രത്തിലാണ് സാധാരണയായിട്ട് ഉണ്ടാവുന്നത്. അതായത് ഓവ് മുറിച്ച് കടക്കാതെ എവിടം വരെ പോയി ഓവ് വരെ പോയി തിരിച്ച് അതേ റൂട്ടിൽ തന്നെ വന്ന് തിരിച്ച് ഓവ് വരെ എത്തുന്ന രീതി അല്ലേ. അത്തരത്തിലുള്ള പ്രദക്ഷിണ രീതിയാണ് ശിവക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി ഇത് ഏത് പുണ്യദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നവരാത്രി, ശ്രീകൃഷ്ണ ജയന്തി, വിഷു, ശിവരാത്രി. ഇവിടെ നമ്മൾ മാഘമാസം എന്ന് പറയുന്നുണ്ട്. അതേതായിരിക്കാം? നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് ഇംഗ്ലീഷ് മാസം പറയാറുണ്ട് അല്ലേ. മലയാള മാസം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സാധാരണ പറയാറുണ്ട്. പക്ഷേ ശകവർഷം എന്ന ഒരു വർഷം കൂടിയുണ്ട്. ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭാദ്രപദം, അശ്വനം, കാർത്തികം, മാർഗശീർഷം, പൗഷം, മാഘം, ഫൽഗുനം എന്നീ രീതിയിൽ ശകവർഷ കലണ്ടർ നമ്മൾ നോക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ശകവർഷ കലണ്ടറിലാണ് ഇവിടെ മാഘമാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഘമാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിലെത്തുമ്പോൾ അത് എവിടെ വരും, ഏതാണ്ട് കുംഭമാസം അല്ലേ. കുംഭം മീനം മാസം ആണ് അവിടെ ഏത് വരിക, മാഘമാസം എന്ന് പറയാം. നമ്മളെ മലയാളം കലണ്ടർ അതായത് ഏതെടുത്താൽ മേടം മുതൽ വരുന്നെടുത്ത് അല്ലെങ്കിൽ ചിങ്ങം മുതൽ വരുന്നെടുത്ത്. അപ്പോൾ അവിടെ ഈ കുംഭം മീനം മാസങ്ങൾ വരുന്ന പുണ്യദിനമാണ് നമുക്ക് നോക്കേണ്ടത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നവരാത്രി എല്ലാം നമുക്കറിയാം, നവരാത്രി തുലാമാസത്തിലാണ് വരുന്നത്. ശ്രീകൃഷ്ണ ജയന്തി എവിടെയാണ് വരുന്നത്, ചിങ്ങമാസത്തിലാണ് വരുന്നത്. വിഷു അവിടെ മേടമാസത്തിലാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ദിവസം അതായത് മാഘമാസത്തിലെ വരും കൃഷ്ണയാം ചതുർദശി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അവിടെ ഏതാണ്, ശിവരാത്രിയാണ്. ശിവരാത്രിയാണ് ആ ഒരു പുണ്യദിനം. ഓക്കെ, ശിവരാത്രിയാണ് ആ ഒരു പുണ്യദിനമായിട്ട് നമുക്ക് വരുന്നത് അല്ലെ. അടുത്തത്, ശബരിമലയിൽ മകരവിളക്ക് മുതൽ 5 ദിവസം മാളികപ്പുറത്ത് നിന്നും എഴുന്നള്ളിക്കുന്ന തിടമ്പിൽ ആരുടെ രൂപമാണ് ഉള്ളത്? അയ്യപ്പൻ, മാളികപ്പുറം, വാവരുസ്വാമി, കടുത്തസ്വാമി. നമുക്കറിയാം, ഈസിയായ ക്വസ്റ്റ്യൻ ആണ്. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ആരാണ്, സ്വാമി അയ്യപ്പൻ്റെതാണ് അല്ലേ. തിടമ്പിൻ്റെ മുകളിൽ സ്വാമി അയ്യപ്പൻ്റെ പ്രതിരൂപമായിട്ടാണ് അവിടെ നമ്മൾ കാണാറുള്ളത്. ഓക്കെ, അടുത്തത്, ഇവിടെ ഒരു ഡോട്ട് മാർക്ക് ഡാഷ് എന്ന് മുന്നിലുണ്ട്. ഡാഷ് പിഴച്ചാൽ കാണിക്ക് ദോഷം എന്ന പഴഞ്ചൊല്ല് ഏത് വാദ്യവിശേഷവുമായി ബന്ധപ്പെട്ടാണ്? നോക്കൂ, ചെണ്ട, തകിൽ, പാണി, ഇടയ്ക്ക. നമ്മൾ ഹൈന്ദവ ആചാരപ്രകാരം അല്ലെങ്കിൽ എന്താണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദ്യമാണ് പാണി. നമ്മൾ പാണിനെ പറ്റിയൊക്കെ പറഞ്ഞാണ്, മരപ്പാണി എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലേ. അപ്പൊ ഇത്തരത്തിൽ പാണിയാണ് പിഴച്ചാൽ കാണിക്ക് ദോഷം എന്ന് പറയും അല്ലെ. പാണിയാണ് അവിടെ, അതായത് ഈ ഒരു പഴഞ്ചൊല്ല് പാണിയുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അടുത്തത്, സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം വിശദീകരിച്ചു കൊടുത്തത് ആര്? ചട്ടമ്പി സ്വാമികള്, ശ്രീനാരായണ ഗുരു, തൈക്കാട് അയ്യാസ്വാമി, വേദബന്ധു. ഇവിടെ വിവേകാനന്ദുമായി ബന്ധപ്പെട്ടോട് പറയുമ്പോൾ അവിടെ ചട്ടമ്പി സ്വാമികളാണ് അവിടെ പറയുന്നത്. ചട്ടമ്പി സ്വാമികളാണ് അവിടെ ചിന്മുദ്ര, നമുക്കറിയാം ചിന്മുദ്ര എന്നുള്ള മുദ്ര നമുക്കറിയാം അല്ലേ. അവിടെ ഏതാണ്, ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന മുദ്രയാണ്, അയ്യപ്പന് കാണുന്ന മുദ്രയാണ് ചിന്മുദ്ര എന്ന് പറയുന്ന മുദ്ര അല്ലേ. അപ്പൊ അതിന്റെ തത്വം സ്വാമി വിവേകാനന്ദന് വിശദീകരിച്ചു കൊടുക്കുന്ന ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് അല്ലെ. നോക്കാം നമുക്ക് അടുത്ത ചോദ്യം. പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്?
ഈശാന ശിവഗുരു, ശങ്കര ഭഗവത്പാദർ, രാഘവാനന്ദൻ, നാരായണാചാര്യർ. ആരാണ് അവിടെ? അവിടെ മറ്റാരുമല്ല, ശങ്കര ഭഗവത്പാദരാണ്. ആരാണ്? ശങ്കര ഭഗവത്പാദരാണ് അവിടെ പ്രപഞ്ചസാരം എന്ന തന്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് പ്രധാനമായും ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതേപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലേ, ഒരുപാട് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നമ്മൾ കണ്ടതാണ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് എന്താ നല്ലൊരു മാർക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ, അതായത് സ്പെഷ്യൽ ടോപ്പിക്കിൽ എത്ര മാർക്കാണോ, 10 ആണെങ്കിൽ 10, 15 ആണെങ്കിൽ 15 അല്ലേ, എത്ര മാർക്കാണോ നമുക്ക് അലോഡ് ചെയ്തിരിക്കുന്നത് ആ മാർക്ക് പൂർണ്ണമായും നേടാൻ സാധിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും. അതായത് ഡേറ്റും എന്തൊക്കെയാണ് ഒഴിവുകൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചുള്ള നോട്ടിഫിക്കേഷൻ. അതായത് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. ഇനി പോസ്റ്റുകൾ, മറ്റേതെങ്കിലും പോസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ടോ, എക്സാം തീയതിയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അത് അപേക്ഷ കൊടുക്കുന്നത്, അപേക്ഷയുടെ ഡേറ്റ് എത്ര, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുള്ള പുതുക്കിയ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അറിയിപ്പുകൾ ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അതിന് മുന്നേ എന്തായാലും ഇവിടെ നോട്ടിഫിക്കേഷൻ വരുന്നുള്ള കാര്യം നമുക്കറിയാം. അതിന് മുന്നേ നമുക്ക് പഠിച്ചു തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഒരു ലോങ് ബാച്ച്, ഒരു ന്യൂ ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 45 തസ്തികകൾ 200 ഒഴിവുകൾ വരുന്ന ഒരു പുതിയ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആദ്യം മുതലേ നമുക്ക് പഠിച്ചു തുടങ്ങി കറക്റ്റായിട്ടൊരു ഫോർമാറ്റ് പഠിച്ച് നമുക്ക് എന്തിവിടെ എത്താം, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മറ്റൊരു ഏരിയ വരെ നമുക്ക് ഇനി കാണാം. അതുവരെ ബൈ, താങ്ക് യു.